വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറയുമല്ല, എക്സാക്ട്ലി അത് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളുടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി. അഹമ്മദാബാദ് പ്ലെയിൻ അപകടത്തെ തുടർന്ന് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് പുറത്തിറക്കി. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. 15 പേജുള്ള റിപ്പോർട്ട്. അതിനകത്ത് കഷ്ടിച്ച് അവസാനത്തെ 2.5 പേജിലെ കാര്യങ്ങളുള്ളൂ. ബാക്കിയൊക്കെ വെറുതെ വിവരണങ്ങളാണ്. ഈ വിമാനം ഇടിച്ചപ്പോൾ ഏത് മെഡിക്കൽ കോളേജിൻ്റെ ഏത് ഫ്ലോറിൻ്റെ ഏത് മൂലയ്ക്കിടിച്ചു, ഇതൊക്കെ ആർക്കറിയണമെന്ന്. ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. വിമാനം തകർന്നതെങ്ങനെ എന്ന് പറയണ്ടേ? അല്ലാതെ തകർന്ന് വീണപ്പോൾ അതിൻ്റെ താഴെ കല്ലായിരുന്നോ മണ്ണായിരുന്നോ മരമായിരുന്നോ, അതൊക്കെ സെക്കൻഡറിയാണ്. മൊത്തം 260 പേര് മരിച്ച ഒരപകടം. 241 പേര് ഈ ഫ്ലൈറ്റിൽ തന്നെ മരിച്ചു. ഒരാൾ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ബാക്കി താഴെയുള്ള 19 പേര് മരിച്ചു. ഇതൊക്കെയാണ് കണക്ക്. അപ്പോൾ വിമാനം തകർന്നത് എങ്ങനെ എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണ്ടേ ഒരു പ്രിലിമിനറി റിപ്പോർട്ട് ഇറക്കാൻ. ഈ പ്രിലിമിനറി റിപ്പോർട്ട് ഇറക്കിയത് തന്നെ ദുരൂഹമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, രാത്രി 1:30 മണിക്കോ 2 മണിക്കോ ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അത് അമേരിക്കയിൽ വൈകുന്നേരം 5 മണിക്കാണ്. ഇനി അമേരിക്കയിൽ നിന്നാണോ ഇത് അപ്ലോഡ് ചെയ്തത് പറയാൻ പറ്റില്ല. ഈ ലോഗിനും പാസ്വേഡും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഇത് കയറി അപ്ലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ അമേരിക്കക്കാരും ഈ റിപ്പോർട്ടൊക്കെ വായിച്ചതായിരിക്കും. അവരുണ്ടായിരുന്നല്ലോ കൂടെ. NTSBയുടെ ആൾക്കാരുണ്ടായിരുന്നു, ബോയിങ്ങിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാരായിരുന്നു കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പൈലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. 787 ഓടിച്ച് ശീലമുള്ള ഒരു പൈലറ്റ് ഈ എൻക്വയറി കമ്മിറ്റിയിൽ ഉണ്ടാവണമല്ലോ? ഇല്ല. എക്സ്പെർട്ട് പൈലറ്റ് ഉണ്ടാവണമല്ലോ? ഇല്ല. നമുക്ക് കൃത്യമായൊരു അന്വേഷണ സംവിധാനം ഇല്ല എന്നുള്ളത് സത്യമാണ്. അപകടം നടന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തട്ടിക്കൂട്ടി ഒരു സമിതി ഉണ്ടാക്കി അവരൊരു റിപ്പോർട്ടുണ്ടാക്കും. അത് മിക്കവാറും പൈലറ്റിൻ്റെ തലയിലായിരിക്കും കുറ്റം. കാരണം പൈലറ്റ് മരിച്ചു പോയല്ലോ. അയാൾക്ക് എണീറ്റ് വന്ന് നിന്നിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തു, പിന്നതൊന്നും ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ അയാൾക്ക് പറ്റില്ല. പിന്നെ ഉള്ളത് 2 റെക്കോർഡറുകളാണ്. ഒന്ന് വിമാനത്തിൻ്റെ മുൻവശത്തും ഒന്ന് പുറകുവശത്തും. മുൻവശത്തുള്ളത് പെട്രോളിലും ഒക്കെ കത്തി നാശമായി കുറച്ച് ഡാമേജൊക്കെ ആയെങ്കിലും അത് കിട്ടി. പുറകിലുള്ളതും തെർമൽ ഡാമേജ് എന്ന് പറയുന്നു. അതിന് കരിയൊന്നും പുരണ്ടിട്ടില്ല, പക്ഷേ അസാമാന്യമായിട്ട് ചൂടായി ഉരുകിയിട്ടുണ്ട്. പുറകുവശം നമ്മൾ കണ്ടതാണ്. വിമാനത്തിൻ്റെ വാൽഭാഗം ഒരു ബിൽഡിങ്ങിലേക്ക് കയറി നിൽക്കുന്നു. അതിന് തീയൊന്നും പിടിച്ചിട്ടില്ല. ഇടിച്ചങ്ങ് കയറിയിരിക്കുന്നു എന്നുള്ളതല്ല, അത് തീ പിടിച്ചിട്ടില്ല. അതിന് താഴെ നമ്മളുടെ പ്രധാനമന്ത്രിയൊക്കെ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഈ പുറകിലിരുന്ന റെക്കോർഡർ ഉരുകിപ്പോകാൻ കാര്യം എന്താ? അവിടെ ലിത്തിയം ബാറ്ററീസ് ഉണ്ടായിരുന്നു ഈ റെക്കോർഡറിനോ അതോ മറ്റാവശ്യങ്ങൾക്കോ. ഇപ്പോൾ ഈ ലിത്തിയം ബാറ്ററി പൊട്ടിത്തെറിക്കുമ്പോൾ അസാമാന്യമായ ചൂടുണ്ടാകും. അങ്ങനെയാണ് ഇത് ഉരുകിപ്പോയതെന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഞാനിത് ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതേപ്പറ്റിയുള്ളത് കണ്ടിട്ട് അതിൻ്റെ ഒറ്റ ചുരുക്കമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇതിൻ്റെ എക്സ്പെർട്ടായതുകൊണ്ടല്ല. ഈ കാര്യം അനലൈസ് ചെയ്യാൻ വലിയ എക്സ്പെർട്ടീസ് വേണ്ടതാണ്. നമുക്ക് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളുടെ സാമാന്യ ബുദ്ധിയിൽ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യം, ഈ ചോദ്യം നമ്മൾ തടഞ്ഞു വയ്ക്കും. കാരണം ഈ ചോദ്യം മണ്ടത്തരമായി പോയാലോ, ആളുകൾ എന്നെപ്പറ്റി എന്ത് ധരിക്കും, അതുകൊണ്ട് മിണ്ടണ്ട, ഞാനിതിൽ വിദഗ്ധനാണല്ലോ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന സംശയങ്ങൾ ജെന്യുവനാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ അത് ജെന്യുവനാണ്. അത് എക്സ്പെർട്ടിന് പറയാൻ പറ്റും ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ആ സംശയം മാറിക്കോളും. ബട്ട് സംശയമാണ്. അതുകൊണ്ട് എന്നോടും പലരും പറയാറുണ്ട്, നിങ്ങളെന്താ വിമാനത്തിൻ്റെ വിദഗ്ധനാണോ? വിദഗ്ധനാവണമെന്നില്ല. സാമാന്യ ബുദ്ധിയിലുള്ള സാധാരണ മനുഷ്യൻ്റെ ചോദ്യം ചോദിക്കാൻ വിദഗ്ധനാവണമെന്നൊന്നുമില്ല. വിമാനം തകർന്നതിനെപ്പറ്റി ചോദ്യം ചോദിക്കാൻ
വിമാനത്തിൻ്റെ വിദഗ്ധന്മാർക്കേ പറ്റുള്ളൂ. കപ്പൽ മുങ്ങിയതിൻ്റെ ചോദിക്കാനോ, അത് കപ്പലിൻ്റെ വിദഗ്ധനെ പറ്റുള്ളൂ. തീവണ്ടിയുടെ കാര്യം അതിൻ്റെ വിദഗ്ധന് പറ്റും. രാഷ്ട്രീയത്തിൻ്റെ കാര്യം അത് രാഷ്ട്രീയക്കാർക്കേ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞ സാമാന്യ ജനം മിണ്ടാതിരുന്നോളണമെന്നോ? അത് നടക്കുന്ന കാര്യമല്ല. നമുക്കെല്ലാവർക്കും കാര്യമറിയാനും സംശയം തീർക്കാനും ഒരവകാശമുണ്ട്. ആ അവകാശം സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സങ്കടം. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ മോഹൻ നായിഡു അദ്ദേഹം ബന്ധപ്പെട്ട ഈ കമ്മിറ്റി മെമ്പർമാരെയൊക്കെ വിളിച്ചിട്ട് വിശദമായൊരു പത്രസമ്മേളനം നടത്തി. അതിൽ പത്രക്കാരുടെയും ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളിലേക്ക് ചോദ്യത്തിന് മറുപടി പറയണം. മലേഷ്യയിലെ വിമാന അപകടത്തിൽ മന്ത്രി തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ടീമും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഉത്തരവും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. പക്ഷേ സത്യസന്ധമായി എല്ലാവർക്കും സമാധാനം കിട്ടുന്ന രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടാണ് ആ പത്രസമ്മേളനം അവസാനിച്ചത്. ഈ അവസരത്തിൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി അത് ചെയ്തില്ല. എന്തുകൊണ്ട് രാത്രി 1:30-2 മണിക്ക് ഇത് അപ്ലോഡ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്ക് ഉത്തരമില്ല. ഇതിങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെല്ലാവരും വായിക്കുകയും ഇന്ത്യയിൽ പലരും വായിക്കാതെ പോവുകയും ചെയ്തു. രാത്രിഞ്ചരന്മാരായ പലരും രാത്രി 2 മണിക്കൊക്കെ ഉറങ്ങാതിരിക്കുന്നവരുണ്ട്. അവരിത് കണ്ടു, അവർ ബഹളം തുടങ്ങി. പക്ഷേ അപ്പോഴത്തേക്ക് BBC, വാൾ സ്ട്രീറ്റ് ജേർണൽ, വാഷിങ്ടൺ പോസ്റ്റ്, റോയിട്ടേഴ്സ് ഇവരൊക്കെ വാർത്ത സൃഷ്ടിച്ച് വിട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വാൾ സ്ട്രീറ്റ് ജേർണലും റോയിട്ടേഴ്സും അങ്ങ് ഉറപ്പിച്ചു ഈ പൈലറ്റുമാരിൽ മുതിർന്ന പൈലറ്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് സുമിത് സബർവാൾ. മറ്റേ ആൾ ഫസ്റ്റ് ഓഫീസർ എന്ന് പറയും, കോ പൈലറ്റ്. അയാളാണ് വിമാനം ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സുമിത് സബർവാളാണ് ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്ത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വാൾ സ്ട്രീറ്റ് ജേർണൽ വാർത്ത കൊടുത്തു, റോയിട്ടേഴ്സും വാർത്ത കൊടുത്തു. അമേരിക്കയിലെ സകല മാധ്യമങ്ങളും ഇതിലങ്ങ് ക്യാമ്പയിൻ തുടങ്ങി. കാരണം അവർക്ക് അവരുടെ ബോയിങ് കമ്പനിയെ രക്ഷിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ബോയിങ് വിമാനത്തിന് തകരാറൊന്നുമില്ല എന്ന് അവർ പറയുന്നു. അതിലവരെ തെറ്റ് പറയാൻ പറ്റുമോ? കാരണം വിമാനത്തിന് തകരാറില്ല എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഈ റിപ്പോർട്ടിൽ നമുക്ക് വല്ല കാര്യമുണ്ടോ? At this stage of investigation, there are no recommended actions to Boeing 7878 and or General Electric GEnx 1B engine operators and manufacturers. ജനറൽ ഇലക്ട്രിക്കിനും ബോയിങ്ങിനും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്തു. എന്തിന് സർട്ടിഫൈ ചെയ്തു? പ്രിലിമിനറി റിപ്പോർട്ടല്ലേ. അങ്ങനെ ഒരു അഭിപ്രായമേ പറയണ്ട. അവർക്ക് കുഴപ്പമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയണ്ട. ഈ പ്രിലിമിനറി റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം എന്താ? എന്തുകൊണ്ടാണ് ഇത് 30 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണം എന്നൊരു ഇൻ്റർനാഷണൽ റൂളുള്ളത്? ഒരു വിമാനം തകർന്നു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് വിമാനത്തിനോ മറ്റെന്തെങ്കിലും പൈലറ്റുമാർക്കോ തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ അറിയണം. എല്ലാ വിമാനങ്ങളിലും ആ പാർട്ട് മാറ്റണം, മോഡിഫൈ ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അർജൻറ്റായിട്ട് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രിലിമിനറി റിപ്പോർട്ട് തരിക. ഫൈനൽ റിപ്പോർട്ടിന് സമയമെടുത്താലും കുഴപ്പമില്ല. അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ടിന് സമയമേ ഇല്ല. ഫൈനൽ റിപ്പോർട്ട് വരാതെ തന്നെ ഇരിക്കാം. ചൈനയിൽ തകർന്നു വീണ ഒരു വിമാനത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. അതിലും ഇതുപോലെ പൈലറ്റ് ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവണില്ല. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് പ്ലാൻ ഇടുന്നത് എന്തിനാ? പൈലറ്റിനെ അറിയാം, ഞാൻ ആത്മഹത്യ ചെയ്ത് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 10-240 പേര് വേറെയും ചാകും. ഇങ്ങനൊരു പരിപാടിയുണ്ട്. ആത്മഹത്യ ചെയ്യാൻ എത്രയോ മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് പോയി ആത്മഹത്യ ചെയ്യാം. ആ ഒരു മാനസികാവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു സൈക്കോളജിസ്റ്റും ഇന്ന് വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇവർ ഈ പൈലറ്റ് ആത്മഹത്യ എന്ന് പറയുന്നത് ഇന്ന് വരെ തെളിയാത്തൊരു കാര്യമാണ്. കടലിൽ ഒരു വിമാനം മൂക്കുകുത്തി വീഴുന്നു, അത് പൈലറ്റ് കാരണമാണെന്ന് ഇവർ എഴുതി വയ്ക്കുന്നു. എന്ത് തെളിവിച്ച്? ചുമ്മാ അങ്ങ് പൈലറ്റിൻ്റെ തലയിലേക്ക് അങ്ങിടുക. അവസാനം ഇങ്ങനെ മൂക്ക് കുത്തുന്നതിനിടയ്ക്ക്
ഒരു പൈലറ്റ് അയാളുടെ സാമർഥ്യം കൊണ്ട് മൂക്ക് നേരെയാക്കിയിട്ട് വിമാനം കൊണ്ടുപോയി താഴെ ഇറക്കി. അയാളോട് ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ചുക്കും ചെയ്തിട്ടില്ല, ഇതിൻ്റെ യന്ത്രം എന്തോ പ്രശ്നമാണ്. അങ്ങനെയാണ് ബോയിങ് കമ്പനി ഇതിലൊരു സോഫ്റ്റ്വെയർ ട്രബിളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അവർക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കണം, അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇയാൾ ബോൾഡായിട്ടും ദൈവഗുരുത്വം കൊണ്ടും ഈ താഴെ വീണു പോകാൻ പോയ വിമാനം നേരെയാക്കിയിട്ട് കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് സോഫ്റ്റ്വെയർ ട്രബിളാണ്. നമ്മളുടെ അഹമ്മദാബാദ് വിമാനത്തിനും സോഫ്റ്റ്വെയർ ട്രബിൾ അല്ല എന്നെങ്ങനെ പറയും? എങ്ങനെ പറയും? കാരണം ഇവർ പറയുന്നത് ഇൻ ദ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് വൺ ഓഫ് ദ പൈലറ്റ്സ് ഈസ് ഹേർഡ് ആസ്കിങ് ദ അതർ വൈ ഡിഡ് ഹി കട്ട് ഓഫ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. കോട്ടഡ് സംഭാഷണമല്ല കേട്ടോ, ഉദ്ധരിച്ചിരിക്കുന്ന സംഭാഷണമല്ല, പാരാഫ്രേസിങ് എന്ന് പറഞ്ഞിട്ട് കേട്ടയാൾ വന്ന് നമ്മളോട് പറയുമ്പോൾ ഉള്ള പറച്ചിൽ. അതാണ് ഇൻ ദ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് വൺ ഓഫ് ദ പൈലറ്റ്സ് ഈസ് ഹേർഡ് ആസ്കിങ് ദ അതർ വൈ ഡിഡ് ഹി കട്ട് ഓഫ്. വൈ ഡിഡ് ഹി കട്ട് ഓഫ് എന്നാണ് ചോദിക്കുന്നത്. എടാ നീ എന്തിന് കട്ട് ഓഫ് ചെയ്തു? എന്ത് കട്ട് ഓഫ് ചെയ്തു? ഈ സ്വിച്ചാണോ, ഫ്യൂൽ സ്വിച്ചാണോ, അതോ വേറെ എന്തെങ്കിലും കട്ട് ഓഫ് ചെയ്തതാണോ? മറ്റേ ആൾ ദ അതർ പൈലറ്റ് റെസ്പോണ്ടഡ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് ഡൂ സോ. ഈ രണ്ട് വരികളിൽ പിടിച്ചാണ് സായിപ്പന്മാർ ഇത് പൈലറ്റാണെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. ശരി, പൈലറ്റുമാർ തമ്മിൽ ഇങ്ങനൊരു സംഭാഷണം നടന്നു എന്ന് തന്നെ വയ്ക്കുക. എന്തിനെ പറ്റിയാണ് ഈ സംഭാഷണം? വൈ ഡിഡ് യു കട്ട് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കണ്ടീഷൻ കട്ട് ഓഫ് ചെയ്തതായിക്കൂടെ? സിനിമ അകത്ത് കാണിക്കാനായിട്ടുള്ള സംവിധാനം അത് കട്ട് ഓഫ് ചെയ്തതായിക്കൂടെ? എന്തോ ഒരു സാധനം കട്ട് ഓഫ് ചെയ്ത് അത് എൻജിനാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എനിക്കിതറിയില്ല. ഇതിൻ്റെ പുറത്തങ്ങോട്ട് ഈ സുമിത് സബർവാളാണ് ഇത് ഓഫ് ചെയ്തത്. കാരണം കോ പൈലറ്റാണല്ലോ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സുമിത്, അദ്ദേഹത്തിൻ്റെ കൈ ബിസി ആയിരിക്കും, ഇദ്ദേഹത്തിൻ്റെ കൈ ഫ്രീ ആണ്, പൈലറ്റ് മോണിറ്ററിങ് ആയിട്ടിരിക്കുന്ന സുമിത് സബർവാൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ ഫ്രീ ആയതുകൊണ്ട് ഇദ്ദേഹം ഈ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് ഇവരുടെ നിഗമനം. നിഗമനം എന്ന് പോലും പറയുന്നില്ല, അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ക്യാമ്പയിൻ അങ്ങ് തുടങ്ങി. അവർക്കെങ്ങനെയെങ്കിലും അവരുടെ ബോയിങ് കമ്പനിയെ രക്ഷിക്കണം എന്നുണ്ട്. നമ്മളെപ്പോലെ ഒരു കമ്പനി കുഴപ്പത്തിലായാൽ സന്തോഷിക്കുന്നവരല്ല നമ്മൾ. നമുക്കിപ്പോൾ അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു ക്രിമിനൽ കേസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു സന്തോഷമാകും. അദാനിക്കെതിരെ കേസ്, കൊള്ളാം, കുടുങ്ങണവൻ, അങ്ങനെ വിടരുതല്ലോ എന്ന ഒരു സന്തോഷമാണ് നമുക്ക്. അമേരിക്കക്കാരന് നേരെ തിരിച്ചാണ്. അവൻ്റെ കമ്പനി എവിടെയെങ്കിലും കുഴപ്പത്തിലായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആളെ, അവൻ്റെ കമ്പനിയെ അവർ രക്ഷിച്ചെടുക്കും. അവർ ബോയിങ്ങുമായിട്ട് നിരന്തരം യുദ്ധത്തിലാണ് കേട്ടോ. ബോയിങ്ങിനെതിരെ ക്രിമിനൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അമേരിക്കയിൽ. ബോയിങ്ങിനെ കുറ്റം പറഞ്ഞ് 110 വിസിൽ ബ്ലോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. വലിയ ലഹളയാണ്. പക്ഷേ പുറത്തു പോയി ഇവൻ കുടുങ്ങിക്കഴിഞ്ഞാൽ അവരെ ഒറ്റക്കെട്ടായിട്ട് അവനെ ഊരിയെടുക്കാൻ നോക്കും. അവരുടെ വിമാന കമ്പനിക്ക് യാതൊരു കുഴപ്പമില്ല, വിമാനമൊക്കെ നമ്പർ 1 ആണ്, ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ പറയും. എന്നിട്ട് രാത്രി അവർ പറയും, എടാ വേഗം അത് ശരിയാക്കുക, നാണക്കേട് വേഗം. അവിടെ 200-300 പേര് മരിച്ചവനോ മരിച്ചു, നമുക്ക് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ റെഡിയാക്കി എടുക്കാം. ഇതാണ് അവരുടെ വാശി. നമ്മളങ്ങനെയല്ല. നമ്മൾ കുടുങ്ങി, ഞാൻ എവിടെയെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് കുടുങ്ങിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഭൂരിഭാഗം പേർക്കും കേരളത്തിലുണ്ടാകുന്നത് കിളവൻ കുടുങ്ങിയട, അങ്ങനെ തന്നെ വേണം. ഇതാണ് നമ്മുടെ ഒരു സ്വഭാവം. നമ്മുടെ ആൾ കുഴിയിലാകുന്നതാണ് നമുക്ക് സന്തോഷമുള്ള കാര്യം. ഇനി അതുപോട്ടെ, ഈ സംഭാഷണം നടക്കുന്ന സമയം എത്രയാണ്? ആർക്കും അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ സംഭാഷണം തുടക്കത്തിലേ ഒരു സംഭാഷണമാണെന്ന് വെച്ചോ, ടൈം ലൈൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സംഭാഷണം എവിടെ വെച്ചു ആകാം? വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സാധനം ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരാൾ കാഷ്വൽ ഇപ്പോൾ വൈ ഡിഡ് യു കട്ട് ഓഫ്, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോൾ ഇത് ചെയ്യാൻ മറന്നതാണോ, എന്നാൽ പിന്നെ ഓൺ ചെയ്തേക്കാം, ഇതായിരിക്കും. കാരണം ഈ സംഭാഷണത്തിന് മുമ്പുള്ളതോ ശേഷമുള്ളതോ ഒന്നും പറയുന്നില്ല. 32 സെക്കൻഡ് ഓടിയ വിമാനത്തിൻ്റെ ആകെ ഈ 2 ലൈനാണ് പറഞ്ഞിരിക്കുന്നത്, അതും പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ബാക്കി സംഭാഷണങ്ങളൊക്കെ എവിടെ പോയി? ഒരു സമയവുമില്ല, സന്ദർഭവുമില്ല. ചിലതിനൊക്കെ സമയമുണ്ട്, ചിലതിന് സമയമില്ല.
നിങ്ങൾ നോക്ക്, ദ എയർക്രാഫ്റ്റ് അച്ചീവ്ഡ് ദ മാക്സിമം റെക്കോർഡഡ് എയർ സ്പീഡ് ഓഫ് 180 knots about 8842. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ. എന്താ ഈ ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ? അതിന് ടൈം പറയണ്ടേ? 8:42 180 നോട്ടിൽ എത്തി എന്ന് പറഞ്ഞ വിമാനം ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് സമയം കൊടുക്കാത്തത് എന്താ? ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് ആവാം, 2 സെക്കൻഡ് ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 10 സെക്കൻഡ് ആകാം, ഇല്ലേ? നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ അവൻ വന്നു. ഈ ഉടനെ തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡിൽ വന്നാണോ 1.5 മിനിറ്റ് കഴിഞ്ഞാണോ വന്നത്? ഇതെന്തും ആകാമല്ലോ, ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ. അതിലാണ് ഈ കളി. ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണ് നമ്മളുടെ DGCAയും സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററും. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണോ ഇതിൻ്റെ അർത്ഥം? ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ. അവിടെയും കഴിഞ്ഞില്ല. ദ CCTV footage obtained from the airport showed ram air turbine getting deployed during the initial climb immediately after lift-off. എന്താ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലിഫ്റ്റ് ഓഫ്? ലിഫ്റ്റ് ഓഫ് കഴിഞ്ഞ ഉടനെ. അത് 1 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ. അതേസമയം സ്വിച്ചുകളുടെ കാര്യം കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട്. ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചസ് ട്രാൻസിഷൻഡ് ഫ്രം റൺ ടു കട്ട് ഓഫ് പൊസിഷൻ വൺ ആഫ്റ്റർ അനദർ വിത്ത് എ ടൈം ഗ്യാപ്പ് ഓഫ് 0.1 സെക്കൻഡ്. ഒറ്റ സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ 2 സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തു. ഈ ഒറ്റ സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ 2 സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നു, 12:00:01 രണ്ടാമത്തത് ഓപ്പറേറ്റ് ചെയ്യുന്നു. 1 സെക്കൻഡിൻ്റെ ഗ്യാപ്പ്. ഇങ്ങനെയാണോ? അതോ 1 സെക്കൻഡ് കൊണ്ട് 2 സ്വിച്ചും ഓഫാക്കി എന്നാണോ? 1 സെക്കൻഡ് കൊണ്ട് 2 സ്വിച്ചും ഓഫാക്കാൻ പറ്റില്ല. സ്പ്രിംഗ് ലോഡഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. സ്പ്രിംഗ് ലോഡഡ് സ്വിച്ചാണ്. 1 സെക്കൻഡ് കൊണ്ട് 2 സ്വിച്ച് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല, മനുഷ്യ സാധ്യമല്ല. ഇത് സിമുലേഷനിൽ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ സിമുലേഷനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫാസ്റ്ററ്റായിട്ട് ഒരു പൈലറ്റ് ചെയ്തത് 2.5 സെക്കൻഡ് കൊണ്ട് ഓഫ് ചെയ്തു അദ്ദേഹം. 2 സ്വിച്ച്, ഒന്ന് സ്പ്രിംഗ് ലോഡഡാണ്, അത് ലിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് ആക്കണ്ടേ 2 അപ്പോൾ 2.5 സെക്കൻഡാണ് മാക്സിമം ഒരു പൈലറ്റ് ചെയ്ത്. പല പൈലറ്റുമാരെ കൊണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്ത് നോക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും 1 സെക്കൻഡ് കൊണ്ട് ഇതാവുന്നില്ല. അതേസമയം ഈ ബുദ്ധിമാന്മാർ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് 1 സെക്കൻഡ് ഗ്യാപ്പിൽ എന്നാണ്. നിങ്ങൾക്ക് ഈ 2 സ്വിച്ചിന് 2.5 സെക്കൻഡോ 4 സെക്കൻഡോ എടുക്കാം. അത് ഇതിൻ്റെ ഗ്യാപ്പാണ് 1 സെക്കൻഡ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഇങ്ങനത്തെ കൊസ്രാക്കൊള്ളി കോടാലി മുഴുവൻ റിപ്പോർട്ടിൽ എഴുതി, ഈ പൊട്ടത്തരം മുഴുവൻ എഴുതി ബോയിങ് കമ്പനിക്കും ജനറൽ ഇലക്ട്രിക് കമ്പനിക്കും ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുത്ത് അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട്. ഡേറ്റില്ല, നമ്പറില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? സിവിൽ ഏവിയേഷൻ്റെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ CAD, സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, CAD/01/08/KKUC1/ ഇങ്ങനെ കാളമൂത്രം പോലെ കുറേ നമ്പറുകളുണ്ടാകും കത്തിന്, അല്ലേ? സർക്കാർ കത്തുകൾക്കെല്ലാം വലിയ നീണ്ട നമ്പറുണ്ടാകും. അവരുടെ ഫയൽ നമ്പർ, സംഗതി, സീരിയൽ നമ്പർ, വർഷം, ഇതെല്ലാം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് ഡേറ്റ്. ഇതിൽ നമ്പറും ഇല്ല, ഡേറ്റും ഇല്ല. പോട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒപ്പിടണമല്ലോ, അതുമില്ല. ഈ ബുദ്ധിമാന്മാരെ ആരും ഇതിൽ ഒപ്പിടുകയില്ല. കാരണം ഇത് വായിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് ചേട്ടാ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും കേട്ടോ. എന്നാൽ പിന്നെ ഒപ്പിടാതെ തന്നെ അങ്ങ് റിലീസ് ചെയ്യാം. ഇത് സായിപ്പിന് കൈമാറി. സായിപ്പ് കൂട്ടത്തിലുണ്ടല്ലോ, ബോയിങ്ങിൻ്റെ ആളുണ്ട്, NTSB അമേരിക്കൻ കമ്പനിയാണ്, നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ്, അവരുടെ ആൾക്കാരുണ്ട്. അവരിപ്പോൾ ഫോറിൻ ചാനലുകളൊക്കെ ഞാൻ നോക്കി. ഫോറിൻ ചാനലുകൾ ഇപ്പോൾ ഇവർ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഒരു ഇതിറക്കി, അവരുടെ
ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞു ഇങ്ങനെ സ്പെക്കുലേഷനൊന്നും പരത്തരുത്, ഇതൊന്നും ശരിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കി. അതിനോട് പ്രതികരിച്ച് അവിടുത്തെ TV ആങ്കേഴ്സ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഇല്ല ഇന്ത്യ, നിങ്ങളൊന്നും പറയണ്ട, റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു, റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അല്ലേ, ഈ കാര്യം പറഞ്ഞിട്ട് സുമിത് സബർവാളിൻ്റെ കൈകൾ ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് സുമിത് സബർവാളാണ് ചെയ്തത്, എന്നിട്ട് ഉള്ള കള്ളക്കഥകൾ മുഴുവൻ. ഞാൻ അന്തം വിട്ടുപോയി. ഇന്ത്യൻ പൈലറ്റായി റിട്ടയർ ചെയ്ത ക്യാപ്റ്റൻ രംഗനാഥനാണ് പറയുന്നത് സുമിത് സബർവാൾ ഡൈവോഴ്സി ആയിരുന്നു, അതിൻ്റെ ടെൻഷനിലായിരുന്നു, ഡിപ്രഷനിലായിരുന്നു. വാസ്തവത്തിൽ സുമിത് സബർവാൾ കല്യാണമേ കഴിച്ചിട്ടില്ല, എന്നിട്ട് വേണ്ടേ ഡൈവോഴ്സ് ചെയ്യാൻ. അങ്ങൾക്ക് 56 വയസ്സുണ്ട്, അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത കഥ ഇറങ്ങി, പുള്ളിയുടെ അമ്മ മരിച്ചുപോയി, അതിൻ്റെ സങ്കടത്തിൽ ഡിപ്രസ്ഡ് ആയതാണ്. അങ്ങേരുടെ അച്ഛന് 90 വയസ്സോ മറ്റോ ഉണ്ട്. അമ്മ 2 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അവർക്കും ഒരു 85-86 വയസ്സുണ്ടാവണം. 86 വയസ്സുള്ള അമ്മ 2 വർഷം മുമ്പ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇപ്പോഴും ഡിപ്രഷനിൽ കഴിയുന്നൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എനിക്കറിയില്ല. ബട്ട് ആ കഥകളൊക്കെ അങ്ങ് പറയുകയും ആൾക്കാരങ്ങ് വിഴുങ്ങുകയും അതിൻ്റെ പുറത്ത് വീഡിയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. അമ്മ മരിച്ചതിൻ്റെ സങ്കടം കൊണ്ടാണ്. എന്ത് ചെയ്യും? അച്ഛന് വയസ്സായി, അച്ഛനെ പരിചരിക്കുന്നത് സുമിത് സബർവാളാണ്, പിന്നെ ഹോം നേഴ്സോ ആരെങ്കിലും ഉണ്ടാവും, അതങ്ങ് നടക്കുന്നുണ്ട്. ഇതിലേക്ക് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇനി മരിക്കണമെങ്കിൽ തന്നെ മറ്റുള്ളവരെ കൊല്ലേണ്ട കാര്യവുമില്ല. ആരെങ്കിലും ചെയ്യുമോ ഇത്? വാസ്തവത്തിൽ ലോകത്തിലെ ഒരു വിമാനവും ആത്മഹത്യ ചെയ്യാനായിട്ടൊരു പൈലറ്റ് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞു ഒരു തെളിവുമില്ല. ആകെയുള്ളതൊരു ജർമ്മൻ വിമാനമാണ്. അത് മെയിൻ പൈലറ്റ് മൂത്രമൊഴിക്കാനായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ കതക് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് മൂക്കും കുത്തി വീഴുക, അങ്ങനെ എന്തോ ചെയ്തു. മറ്റേ ആൾ കതക് വെട്ടിപ്പൊളിക്കാനൊക്കെ നോക്കി, നടന്നില്ല, താമസിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഒരു കഥ. ഇതല്ലാതെ കൃത്യമായിട്ട് ഇത് ആത്മഹത്യയാണ് എന്നുള്ളതിന് ഇന്ന് വരെ ഒരു വിമാന ദുരന്തത്തിലും തെളിവില്ല. പക്ഷേ എല്ലാവരും അത് പറയും, കാരണം അതാണ് കൺവീനിയൻ്റ്. അവിടെ വെച്ച് കഥ അങ്ങ് തീരുമല്ല. പൈലറ്റോ മരിച്ചു, ഇനിയിപ്പോൾ അയാൾ എന്ത് മഹാഭാവം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ തർക്കിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു കഥ മെനയാൻ പാശ്ചാത്യർക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും അതിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA, അവരുടെ കീഴിലുള്ള ഈ AIIB എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, AAIB, ഈ 3 പേരും ചേർന്നിട്ടാണ്. ചെയ്യരുതായിരുന്നു ഈ മഹാപാപം. ഇപ്പോഴെങ്കിലും അത് കറക്റ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ടൈമിങ് കൊടുക്കണം. ഈ ആഫ്റ്റർ ദാറ്റ്, ദെയർ ആഫ്റ്റർ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കള്ളക്കളി കളിക്കരുത്. നിങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങളുടെ ഒക്കെ സമയം ഇതിനകത്ത് കൊടുക്കാനറിയാം. ATC, എയർ ട്രാഫിക് കൺട്രോളിൻ്റെ മൊത്തം സമയം കൃത്യമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് വിമാനത്തിന് എപ്പോൾ ക്ലിയറൻസ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കൃത്യമായിട്ട് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിമാനം റൺവേ 34 പോകാൻ പറഞ്ഞു, നേരെ കളക്കാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു, എല്ലാം ടൈം ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറോ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലോ ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ടൈം വെച്ച് കൊടുത്തുകൂടെ? അതിൽ സെലക്റ്റീവായിട്ട് ചിലതിന് ടൈം കൊടുക്കുക, ചിലതിന് ടൈം കൊടുക്കാതിരിക്കുക. കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തും വിമാനം ഏത് ഹൈറ്റിലെത്തി എന്ന് പറയുന്നില്ല. വിമാനത്തിൻ്റെ സ്പീഡ് പറയുന്നുണ്ട്, പക്ഷേ ഹൈറ്റ് പറയണ്ടേ? ഏത് ഹൈറ്റിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് പറയേണ്ടത്? എന്നിട്ട് എല്ലാവരും പറയുന്നു ഹൈറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട്, അല്ലെങ്കിൽ 2 എഞ്ചിനും റീസ്റ്റാർട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയേനെ. ഹൈറ്റ് ഇല്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹൈറ്റ് എത്രയെന്ന് അറിയണ്ടേ? ആദ്യം വന്ന റിപ്പോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഡേ ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നത് 625 ഫീറ്റ് എന്നാണ്. പിന്നെ അത് 400 420 ഒക്കെ കുറയുന്നത് ഞാൻ കണ്ടു. ഈ റിപ്പോർട്ടിൽ എത്ര ഹൈറ്റ് വരെ വിമാനം പൊങ്ങി എന്ന് പറയുന്നില്ല. ഒരു എഞ്ചിൻ പിക്കപ്പ് ചെയ്തു, രണ്ടാമത്തെ എഞ്ചിന് പിക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല?
ഈ 2 എഞ്ചിനും റീസ്റ്റാർട്ട് ചെയ്തല്ലോ. റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നു ഒരു എഞ്ചിൻ റീസ്റ്റാർട്ടായി, പക്ഷെ മറ്റേ എഞ്ചിന് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? സാധിക്കണ്ടേ അതിനും? അതൊരു ഡിഫക്റ്റല്ലേ വിമാനത്തിൻ്റെ? 2 എഞ്ചിനും ഓഫാകാൻ സാധിക്കുമെങ്കിൽ ഓണാവാനും സാധിക്കണ്ടേ? അതിൽ രണ്ടാമത്തതിന് ഓണാകാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ട്രബിളല്ലേ? അതല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്? അതല്ലേ വിമാനത്തിൻ്റെ ഡിഫക്റ്റ്? ഇത് പറഞ്ഞാൽ ആരും മനസ്സിലാക്കാനാണ്. അതുകൂടാതെ ഇവർ പറയുന്നു ഫ്യൂവൽ വാസ് ടെസ്റ്റഡ്, ഇറ്റ് ഇസ് ഓക്കെ, ഒരു കണ്ടാമിനേഷനും ഇല്ല. എവിടുന്ന് കിട്ടി ഇവർക്ക് ഫ്യൂവല്? 54,000 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു. അതിലൊരു 10 ലിറ്റർ വിമാനം മാറ്റി വെച്ചോ വിമാനത്തിൽ? എല്ലാം കൂടെ കത്തിക്കല്ലേ? കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റിന് പെട്രോൾ ഇല്ലാതെ പോകും. അതുകൊണ്ടൊരു 10 ലിറ്റർ മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കി പെട്രോളെല്ലാം കൂടെ കത്തിയെന്നാണ്. ചിറകിലാണല്ലോ ഇതിൻ്റെ ടാങ്ക്. ഇപ്പോൾ ടാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ചേട്ടാ ഒരു 10 കിലോ മാറ്റി വെച്ചേര് ചേട്ടാ. അതെന്തിനാടാ? നമുക്കൊന്നും കത്തരുതോ? അല്ല, അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കത്തി, ഇപ്പോൾ അപകടമാണല്ലോ, നമ്മൾ കത്തി എല്ലാം കൂടെ തീർന്നു കഴിഞ്ഞാൽ ഇവർ പെട്രോൾ ടെസ്റ്റ് ചെയ്യുന്നതിനോട്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പെട്രോൾ, അത് ശരി, അത് നീ പറഞ്ഞു ശരിയാ. ഒരു കാര്യം ചെയ്യുക, 5 കിലോ നീ വയ്ക്കുക, 5 കിലോ ഞാനും വയ്ക്കാം. ഇങ്ങനെ പെട്രോൾ ബാക്കി വന്നോ? ഇത് ബോഷ്കാണിതൊക്കെ. എവിടെ നിന്നാണ് പെട്രോൾ? ഒരു സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ എങ്ങനെ ഈ പെട്രോൾ ബാക്കിയിരുന്നു? എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ശകലം പെട്രോൾ ബാക്കി കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോളേ ഇല്ലാത്ത സ്ഥലത്ത് പുറകിൽ ചിറകിലിരുന്ന FDR കത്തിപ്പോയെന്നും പറയുന്നു. അതിന് തെർമൽ ഡാമേജ്, എന്തൊരു വാക്ക്. സ്വിച്ച് ട്രാൻസിഷൻഡ്, എന്തൊരു വാക്ക്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ നടന്നു പോയോ? ഇത് തന്നെത്താനെ നടന്നു പോകുന്ന സ്വിച്ച് ആണെങ്കിൽ അത് ആദ്യമേ എടുത്ത് വലിച്ചെറിയണം. ഇങ്ങനെയുള്ള ഭോഷ്കുകൾ നിറച്ചു ഈ റിപ്പോർട്ടിൽ. ഇങ്ങനെ ഈ ആയുധം ചെത്തിക്കുറിപ്പിച്ച് സായിപ്പന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പോൾ കുത്തല്ലേ സായിപ്പേ, കുത്തല്ലേ സായിപ്പേ എന്ന് പറഞ്ഞ് കരയുന്നു. എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം. ഇത് ഒരു ഉത്തരവാദിത്വം സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഇതിൽ കാണിച്ചില്ല. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ അടിയന്തരമായിട്ട് ഇതിൽ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. താങ്ക് യു.